പഠിപ്പിക്കുന്നതിനേക്കാൾ മനോഹരമായി ബിസിനസ് ഫിനാൻസ് പഠിപ്പിക്കാൻ കഴിയുമെന്ന അഹങ്കാരം എനിക്കുണ്ട്. കാരണം എന്റെ തിങ്കിങ് ഒരു മാത്തമാറ്റിക്കൽ തിങ്കിങ് ഉള്ള ഒരാളാണ്. അങ്ങനെ മാത്തമാറ്റിക്സിൽ 99 മാർക്ക് ഉണ്ടായിരുന്നു. ഞാൻ അച്ഛനോട് പോയി 99 എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ ചോദിച്ചു ആ ഒന്നോടെ പോയിടാന്ന് ചോദിച്ചു. കാരണം എപ്പോഴും അച്ഛന്മാർക്ക് മിസ്സായ കാര്യങ്ങളായിരിക്കും താല്പര്യം. പക്ഷെ അമ്മമാര് പാവങ്ങളായിരിക്കും. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ 99 മാർക്ക്, അമ്മയ്ക്ക് സന്തോഷമായി. അപ്പൊ ഞാൻ അമ്മയോട് ഒരു അപേക്ഷ വെച്ചു, അമ്മ എനിക്കൊരു സൈക്കിൾ മേടിച്ചു അച്ഛനോട് പറ, വീട്ടിലെല്ലാം സ്കൂളിലെല്ലാ കുട്ടികൾക്ക് സൈക്കിൾ ഉണ്ടല്ലോ, എനിക്ക് സൈക്കിൾ. അപ്പൊ അമ്മ പറഞ്ഞു, മോനെ അർഹിക്കാത്തത് ആഗ്രഹിക്കരുത്. എന്റെ അമ്മ അന്ന് പറഞ്ഞു, എന്റെ അമ്മയ്ക്ക് 86 വയസ്സ്, അച്ഛന് 94 വയസ്സ്. അമ്മയും അച്ഛനെയും ഞാൻ കൊണ്ടുപോകുന്ന വാഹനം BMW 7 സീരീസ് ആണ്. എന്റെ അപ്പന്റെ കാശ് കൊണ്ട് മേടിച്ചതല്ല, എന്റെ അധ്വാനം കൊണ്ട് മേടിച്ചതല്ല. നാട്ടിലെ ആളുകൾ പറയും, അപ്പൻ ഉണ്ടാക്കി തന്നില്ലല്ലോ എന്നൊന്നും പറയരുത്. അപ്പൻ ഉണ്ടാക്കി തന്ന മന്ദബുദ്ധിയായി പോയേനെ. അതൊന്നും ഇല്ലാതെ കൊണ്ടുവരുന്നതാണ് ചങ്കൂറ്റം എന്നാണ് നമ്മൾ പറയുക. അപ്പൊ ജീവിതത്തിൽ ആകെ മുതലെന്താന്ന് ചോദിച്ചാൽ ആ ചങ്കൂറ്റമാണ്. എവിടെന്നാ പറയാ? നമ്മൾ MBA പഠിച്ചിട്ട് ഡിഗ്രി ഫെയിൽ ആയ ഒരാളാണ് ഞാൻ. +2 കഴിഞ്ഞിട്ട് ഒരു കൊല്ലം ജോലി ചെയ്തു, ഡിഗ്രി ഫെയിൽ ആയതാണ്. ഡിഗ്രി 4ാമത്തെ കൊല്ലം എഴുതിയെടുത്തതാണ്. അപ്പൊ നമ്മളൊരു MBA ബാക്ക്ഗ്രൗണ്ട് പഠിച്ച് ഒരു ട്രെയിനേഴ്സ് ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ടൊന്നുമില്ല. നമ്മൾ തടയുന്നു വന്നത് വിശപ്പ് കൊണ്ടായതാണ് എന്ന വിശ്വാസത്തിന്റെ പുറത്ത് എന്തിനാണ് വളരണം എന്ന ചോദ്യം അന്ന് ഞാൻ ചോദിക്കുകയായിരുന്നു. എന്റെ അമ്മ എപ്പോഴും എന്നോട് ചോദിക്കും, മോനെ എന്തിനാണ് കിടന്ന് ഇങ്ങനെ ഓടണത്, എന്തിനാണ് നീ ഇങ്ങനെ ഓടണത്, നീ ഒരുപാട് സമ്പാദിച്ചു, നല്ല അവസ്ഥയിലായി, നമ്മുടെ കുടുംബമൊക്കെ നല്ല സ്ഥിതിയിൽ, ഇനി എന്തിനാണ് ഓടണത് എന്ന് അമ്മ ചോദിക്കുന്നു. അപ്പൊ ഞാൻ അമ്മയ്ക്ക് ഒരു മറുപടി പറഞ്ഞു കൊടുക്കും. ആ മറുപടിയാണ് എന്നെ എന്നും പ്രചോദിപ്പിച്ചിരുന്ന ഒരു മറുപടി. അത് ഇങ്ങനെയാണ്, അമ്മേ ഒറ്റ വാക്കും കളയാൻ പാടില്ല കേട്ടോ, അത് അങ്ങനെ തന്നെ സ്വീകരിക്കണം. അമ്മേ, ആന അണ്ണാന്റെ പണി നന്നായി ചെയ്തു എന്ന് പറഞ്ഞ് അഹങ്കരിക്കരുത് അമ്മേ. ആനയുടെ പണിയെടുക്കണം എന്നതാണ്. ആനയുടെ പണിയെടുക്കാതെ അണ്ണാന്റെ പണിയെടുത്തിട്ട് മതി എന്ന് പറഞ്ഞാൽ താൻ ചെയ്യുന്നത് പാപമാണോ എന്ന അർത്ഥത്തിലാണ് വളർച്ച. ചില ആളുകൾ പറയും ബിസിനസ് വളരേണ്ടത് അയാളുടെ ആവശ്യമാണ്. അയാളുടെ ആവശ്യമില്ല കേട്ടോ. ബിസിനസ് വളരേണ്ടത് ഒണ്ടർപെടേണ്ട ആവശ്യമാണെന്ന് വിചാരിച്ചാൽ അയാൾ ഒണ്ടർപെടുകയല്ല എന്നാണ് ഞാൻ പറയുക. അതിനൊരു ഉദാഹരണം ഞാൻ പറയാം, നിങ്ങളോട് വ്യക്തമായ ഒരു ഉദാഹരണം പറയാം. 2007 1 ലക്ഷം രൂപയുമായി ഒരു മനുഷ്യൻ ഇവിടെ ഒരു സ്ഥാപനം തുടങ്ങുന്നു. ആ സ്ഥാപനം മെല്ലെ മെല്ലെ വളരുന്നു. ആ സ്ഥാപനത്തിൽ അദ്ദേഹത്തിന് കാറായി വീടായി അദ്ദേഹം അവസാനിപ്പിച്ചാൽ മതിയായിരുന്നു. എന്റെ ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുത്ത ഒരാൾ എന്നോട് പറഞ്ഞേ, മധു സാർ ഇല്ല. അതെന്താ ചോദിച്ചാൽ, വീട്ടിൽ പ്രശ്നമായി. വീട്ടിൽ എന്ത് പ്രശ്നമായി എന്നാ നിങ്ങൾ പറയുക? നമ്മൾ കുടുംബജീവിതം നന്നായി കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്, അങ്ങനെ വേണമെന്ന് പഠിപ്പിക്കുന്ന ആളാണ്. എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ കൂടെ കൂടിയതിനു ശേഷം കുടുംബത്തിൽ സമാധാനം പോയി എന്നാണ് ഭാര്യ പറയുന്നത്. കാരണം നമുക്കൊരു ഓഫീസുണ്ട്, നമുക്കൊരു സ്ഥാപനമുണ്ട്, 12 ലക്ഷം രൂപ ടേൺ ഓവർ ഉണ്ട്, കാറുണ്ട്, വീടുണ്ട്, മക്കൾ നല്ല സ്കൂളിൽ പഠിക്കുന്നു. പക്ഷെ നിങ്ങൾ ഇയാളുടെ കൂടെ കൂടിയതിനു ശേഷം പുതിയ ബ്രാഞ്ച് തുടങ്ങണം, ഇനിയും വളരണം, പുതിയ ഏരിയയിൽ ഡെവലപ്പ് ചെയ്യണം, പുതിയ പ്രോഡക്റ്റുകൾ കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അയാൾ അതൊക്കെ പറയും, കാരണം അയാൾക്ക് പൈസ കിട്ടുന്ന കാര്യമാണ്. പക്ഷേ നമുക്ക് കുടുംബജീവിതം കളഞ്ഞ് താൻ വിളിക്കരുത് എന്ന് ഭാര്യ എനിക്ക് വാണിംഗ് തന്നു. അതുകൊണ്ട് ഞാൻ നിർത്തിക്കോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഭാര്യ പറഞ്ഞത് കേൾക്കണം, ഭാര്യയാണ് പ്രധാനം, അതുകൊണ്ട് ഭാര്യ പറഞ്ഞത് കേട്ടോളൂ. പക്ഷെ ഇന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പ് സ്നേഹത്തോടുകൂടി ആ ഭാര്യയോട് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം ചോദിക്കണം. ആ ഭാര്യ എന്ത് ഉത്തരം പറഞ്ഞു എന്ന് പറ്റുമെങ്കിൽ താൻ എന്നെ വിളിച്ചു പറയണമെന്ന് പറഞ്ഞു. എന്താണെന്നറിയോ ചോദ്യം? എടി ചക്കരെ, 12 കൊല്ലമായി നമ്മൾ കമ്പനി തുടങ്ങിയിട്ട്, 12-13 കൊല്ലമായി കമ്പനി തുടങ്ങിയിട്ട് 12 കോടി രൂപ ടേൺ ഓവർ ഉണ്ട്, കാറുണ്ട്, വീടുണ്ട് നമുക്ക്, അല്ലെ? കഴിഞ്ഞ 12 കൊല്ലം നമ്മുടെ കൂടെ ജോലി ചെയ്ത സ്റ്റോർ കീപ്പർക്ക് കാറായോ? കഴിഞ്ഞ 11 കൊല്ലം നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആ അക്കൗണ്ടന്റിന് വീടായോ? ആയില്ലെങ്കിൽ താൻ സ്വാർത്ഥനാണോ? താൻ സ്വാർത്ഥൻ, തനിക്ക് വേണ്ടി മാത്രം താൻ സ്ഥാപനം നടത്തുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെയല്ല. നമ്മുടെ കൂടെ ഉള്ളവനെയും രക്ഷപ്പെടണ്ടേ? എന്റെ കൂടെ കഴിഞ്ഞ 5 കൊല്ലം ജോലി ചെയ്ത ആളുകൾ പുറത്തിരിപ്പുണ്ട്. അവർക്ക് ഞാൻ അടുത്ത 5 കൊല്ലത്തിൽ എന്ത് ചെയ്തു കൊടുക്കും എന്നതിന് എനിക്കൊരു ഉത്തരവില്ലെങ്കിൽ ഞാൻ അവരെ ചതിക്കുകയാണ് എന്നല്ലേ അർത്ഥം. അതല്ലേ വേണ്ടത്? അതിന് ഞാൻ വേറൊരു ഉദാഹരണം പറയാം. ഈ 77 തുടങ്ങിയ ഈ മനുഷ്യൻ, അതായത് ചിറ്റിലപ്പള്ളി എന്ന് പറയുന്ന നമ്മൾ വളരെ ആരാധനയോടുകൂടി ആ മനുഷ്യൻ 2008 IPOക്ക് പോവാണ്. 2008 വീഗാർഡ് IPOക്ക് പോണതിന് തലേക്കൊല്ലം 2007 അദ്ദേഹത്തിന്റെ ആ വീഗാർഡിന്റെ 5% സ്റ്റേക്ക് എടുത്തിട്ട് ജീവനക്കാർക്ക് വിധിച്ചു കൊടുത്തു. അതിൽ ചില ജീവനക്കാർ 2008 IPOക്ക് വന്നപ്പോൾ ചിലർ വിറ്റ് കാശാക്കി, ചിലർ ഹോൾഡ് ചെയ്തു, ചിലരിങ്ങനെ കൊണ്ടുപോയി, ചിലർ സ്ഥാപനം വിട്ടുപോയി. പക്ഷെ ചിലരിങ്ങനെ അത് പിടിച്ചു വെച്ചു ആ സ്റ്റോക്ക്. പിന്നെ അത് മൾട്ടിപ്ലൈ ചെയ്തു, 10 ഇരട്ടിയായി മാറിയത്. അതിന്റെ 2023